ഈ 70 മുകളിലുള്ളവർക്കുള്ള ഈ ചികിത്സാ സഹായ പദ്ധതിയെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ, വലിയ മിടുമിടുക്കരായ ഡോക്ടേഴ്സ് പോലും വിമർശന ബുദ്ധിയോടെയാണ് ഈ സ്കീമിനെ നോക്കിക്കാണുന്നത്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന, ഉദാഹരണം ഹിന്ദു എഡിറ്റോറിയൽ ഇത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ പല പ്രമുഖ പത്രങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്തുള്ള ചില വശങ്ങൾ, അതായത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഒരു ആയുഷ്മാൻ ഭാരത് കൊണ്ടുവരാമായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ, അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ചികിത്സ നടത്തുന്നവര് 60%, 63%, 63% ഒരു രോഗിക്ക് ഒരു വർഷം ചെലവഴിക്കേണ്ടി വരുന്ന പണത്തിന്റെ 63% സ്വന്തം പോക്കറ്റിൽ നിന്ന്, ഔട്ട് ഓഫ് പോക്കറ്റ് സ്പെൻഡിങ് എന്നാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ തന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ചികിത്സ തേടേണ്ടി വരുന്ന ഇന്ത്യ. അപ്പൊ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇപ്പൊ പ്രിവെന്റീവ്, അതായത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. പകർച്ചവ്യാധികളുടെ ഒക്കെ കാലത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഡയഗ്നോസ്റ്റിക്, അതായത് അതിനെ നോക്കി ഏതൊക്കെ തരം എന്താണ് എന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് സാധാരണ രീതിയിൽ പാവപ്പെട്ടവരും ധനികരും ഒക്കെ പണം ചെലവഴിക്കേണ്ടി വരും. പക്ഷേ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്തരം മേഖലകളിലല്ല ഇൻഷുറൻസ് പണം ചെലവഴിക്കപ്പെടുക. ഇൻഷുറൻസ്, അതായത് ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് പരിരക്ഷ, ആയുഷ്മാൻ ഭാരത് പരിരക്ഷ സാധാരണ രീതിയിൽ ടേർഷ്യറി സെക്ടർ ട്രീറ്റ്മെന്റിനും സെക്കൻഡറി സെക്ടർ, അതായത് എന്ന് വെച്ചാൽ ഡയഗ്നോസിസ് ഒക്കെ കണ്ടു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പറയുക, കിഡ്നി മാറ്റി വെക്കണമെന്ന് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ലിവർ റീപ്ലാന്റേഷൻ വേണമെന്ന് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ വലിയ ചെലവുള്ള രോഗങ്ങളാണ്. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വരുമ്പോഴാണ് ഇൻഷുറൻസ് കമ്പനികൾ വഴിയായിട്ട് ഹോസ്പിറ്റൽസ് ചേർന്ന് അവിടെ നിന്ന് ഇത് കളക്ട് ചെയ്ത് രോഗത്തിന് ട്രീറ്റ് ചെയ്തു അവരത് കളക്ട് ചെയ്യുന്നു. മറിച്ച്, അതായത് വിമർശകർ നിരത്തുന്ന ന്യായം എന്താണ്? അതിനു പകരം പ്രൈമറി ഹെൽത്ത് സെന്റർ, അതായത് ഏതൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് രോഗം, എങ്ങനത്തെ രോഗം എന്നൊക്കെയുള്ള ഡയഗ്നോസിസ്, കണ്ടുപിടുത്തം നടത്തത്തക്ക രീതിയിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും അതിനോട് ചേർന്ന് ഇത്തരം, അതായത് ബ്ലഡ് ടെസ്റ്റ് ആകട്ടെ, നിരവധി തരം ടെസ്റ്റുകൾ, എല്ലാ ടെസ്റ്റുകളും വലിയ ചെലവേറിയവയാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾക്കും ഒക്കെ സൗകര്യമൊരുക്കി പ്രൈമറി ലെവലിൽ തന്നെ ഈ പണം ചെലവഴിക്കുക. അതായത് ഇൻഷുറൻസ് കമ്പനികൾ ഒരിക്കലും പ്രൈമറി ലെവലിൽ ഈ പണം ചെലവഴിക്കാൻ പോകുന്നില്ല. അവർ ചെലവഴിക്കുന്നത് മുഴുവൻ ഇതുപോലെ ഈ ടേർഷ്യറി ലെവലിലായിരിക്കും. അതായത് ഒരു സർജറി കഴിഞ്ഞു, അതിന്റെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് കമ്പനി ഗവൺമെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അവിടുന്ന് അവരുടെ ഷെയർ എടുത്തതിന് ശേഷം അവർക്ക് ഡ്യൂ ആയിട്ടുള്ള ഷെയർ ഉണ്ട്, ആ ഷെയർ എടുത്തതിന് ശേഷം അത് താഴേക്ക് ഹോസ്പിറ്റലിന് കൊടുക്കുന്നു. ആ തരത്തിലുള്ള ഷെയർ. അപ്പൊ അതല്ല വേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് എൻ്റെ സ്വന്തം നീസ്, അവര് 10-30 വർഷം ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്ത്, ആരോഗ്യ മേഖലയിൽ തന്നെ ജോലി ചെയ്ത ബഹുമിടുക്കിയായ, ഇംഗ്ലണ്ടിലൊക്കെ പോയി പരിശീലനമൊക്കെ നേടിയ വളരെ മിടുക്കിയായിട്ട് ജോലി ചെയ്ത് തിരിച്ചു വന്ന് കേരളത്തിൽ, അതായത് പാലാരിവട്ടത്ത്, എറണാകുളത്ത് പാലാരിവട്ടത്ത് നാഷണൽ എക്സലൻസി ടവേഴ്സിൽ താമസിക്കുന്നുണ്ട്. ഞാൻ നീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നീസ് പറയായിരുന്നു, അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യമായിട്ടും കൊടുക്കേണ്ടത് ഈ പ്രൈമറി ലെവലിലാണ് കൊടുക്കേണ്ടത്. അതായത് എത്ര പണക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു തരത്തിലുള്ള രോഗങ്ങളുടെ സിംറ്റംസ് ഒക്കെ കണ്ടാൽ ഹോസ്പിറ്റലിൽ പോകാനും അതെന്താണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ വലിയ മടിയാണ്. കാരണം ഓരോന്നിനും അത്ര വലിയ ചെലവാണ്. അപ്പം ഈ പറയപ്പെട്ട നീസ്, അതിൻ്റെ 2 മക്കളും അമേരിക്കയിലാണ്, ഡോക്ടേഴ്സാണ്. അപ്പൊ അവര് പറയാ, ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ബാങ്കിൽ കിടപ്പുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പോലും അതെടുത്ത് ഇങ്ങനെയുള്ള ഡയഗ്നോസിസിനൊക്കെ വേണ്ടി ചെലവഴിക്കാൻ മടിയാണ്. കാരണം ആ പണം വലിയ ചെലവാണ് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചെലവായി ഈ പണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പെൻഷനോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് മുൻപോട്ട് ജീവിക്കണ്ടേ? ആ തരത്തിലുള്ള ആദ്യമാണ് ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് പോലും. അപ്പോൾ സാധാരണക്കാരുടെ, ഡെയിലി ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ, ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്നവരുടെ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റി ജീവിക്കുന്നവര്, കേരളത്തിലാണെങ്കിൽ അതെങ്കിലും അല്പം എല്ലായ്പ്പോഴും കിട്ടുന്നില്ലെങ്കിലും കിട്ടുമ്പോൾ അത് കിട്ടുന്നു എന്നെങ്കിലും പറയാം, അതുപോലും ഇല്ലാത്തവരാണ് ഓൾ ഇന്ത്യ തലത്തിൽ നാം കാണുന്ന സാധാരണ പാവപ്പെട്ടവർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ
ഈ പറഞ്ഞതുപോലെ രോഗം എന്ത് എന്ന് കണ്ടുപിടിക്കാൻ ആദ്യമേ തന്നെ അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടിയാൽ ഒരുപക്ഷെ ആ രോഗം മൂർധന്യാവസ്ഥയിലേക്ക് പോകില്ല. അതുപോലെ ആദ്യ ദശയിൽ തന്നെ അതിനെ കണ്ടുപിടിച്ച് മാറ്റാവുന്ന പല രോഗങ്ങളുമുണ്ട് ആരംഭദശയിൽ തന്നെ. അതിനൊന്നും സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നതിന്റെ തെളിവാണല്ലോ കോവിഡ് കാലം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്. എന്തായിരുന്നു കോവിഡ് കാലത്ത് നാം അനുഭവിച്ചത്? ഒരു അമേരിക്കൻ NGOയുടെ ഇന്റർനാഷണൽ ആയിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു അമേരിക്കൻ NGOയുടെ പഠനത്തിൽ, ഞാനിപ്പോൾ തൽക്കാലം ആ NGOയുടെ പേര് ഓർക്കുന്നില്ല, ആ NGOയുടെ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഇന്ത്യയിൽ 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയ്ക്ക് കോവിഡ് മരണങ്ങൾ ഉണ്ടായെന്നാണ്. പക്ഷെ അന്ന് ഇന്ത്യ ഗവൺമെന്റ് ആദ്യം പാർലമെന്റ് കൂടിയപ്പോൾ, കോവിഡിന് ശേഷം ആദ്യം കൂടിയ പാർലമെന്റിൽ പറഞ്ഞ് 5 ലക്ഷത്തിൽ താഴെ കോവിഡ് മരണം എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞതോടുകൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ആ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം ശരിയായിരുന്നു എന്നും അതാണ് ഇന്ത്യയിലെ യഥാർത്ഥ കണക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി അത് തള്ളിക്കളഞ്ഞു. അത് പിന്നെ ആർക്ക് വേണമെങ്കിലും എന്തും തള്ളിക്കളയാമല്ലോ. അതുപോലെ ആ സമയത്ത് ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തിയ സമയത്ത് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന 7000 പേർക്ക് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുള്ളൂ എന്നായിരുന്നു, 7000 പേര് മാത്രം. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ പഠനത്തിൽ പറഞ്ഞു ഇതിനകം 25,000 പേര് കേരളത്തിൽ മരിച്ചിരിക്കുന്നു എന്ന്. അതും ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു എന്ന് മാത്രമല്ല, 70,000 പേർക്ക് അതിനുള്ള പരിഹാര ധനം, അതായത് കോവിഡ് മുഖാന്തരം മരിച്ചവർക്ക് കിട്ടേണ്ട പണം കോടതി ഇടപെട്ട് 70,000 പേർക്ക് കൊടുത്തു. ഇനിയും കുറച്ച് പേർക്ക് കൂടെ കേരളത്തിൽ കൊടുക്കാനും ഉണ്ട്. അതാണ് അവസ്ഥ. അപ്പൊ ഈ കണക്കുകളൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയല്ല, കണക്കുകളൊക്കെ കുറച്ച് കാണിച്ച് മുഖം മിനുക്കുന്ന സ്വഭാവം എല്ലാ ഗവൺമെന്റുകൾക്കും ഉള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ പറയപ്പെട്ട, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എങ്കിലും മാന്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ എങ്കിൽ ഒരു കാരണവശാലും ഇത്രയധികം പേർ കോവിഡ് ബാധിച്ച് മരിക്കില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് യമുനാ നദിയിലൂടെയൊക്കെ ഡെഡ് ബോഡീസ് ഒഴുകി നടക്കുന്നത്. എന്നിട്ടാണ് ഈ നിഷേധം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഡെഡ് ബോഡീസ് പുഴയിലൂടെ ഒഴുകി നടക്കേണ്ടി വന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പ്രൈമറി ഹെൽത്തില് ഇൻവെസ്റ്റ് ചെയ്യുക, ഹെൽത്ത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു അത്യാവശ്യമായി വേണ്ടിയിരുന്നത് എന്നാണ് വിഷഗ്വരന്മാർ തന്നെ ഈ കാര്യം പറയുമ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ സഹായം ഇൻഷുറൻസ് കമ്പനികൾ വഴി സഹായം ചെയ്യുക എന്ന് വെച്ചാൽ അത് മിക്കവാറും സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ മുൻപേ പാവപ്പെട്ടവർക്ക് വേണ്ടത് എന്താണ്, അവർക്ക് എന്ത് അസുഖമാണുള്ളത് എന്ന് ആ സിംറ്റം കൊണ്ട് മാത്രം അവർക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ ഡയഗ്നോസിസ് നടത്തി രോഗം എന്താണെന്ന് സ്ഥിരീകരിക്കുവാനുള്ള സൗകര്യവും ചികിത്സിക്കാനുള്ള സൗകര്യവും പ്രാരംഭ ദശയിൽ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പറയപ്പെട്ട ഒരുപാട് പേരും വളരെ സുഗമമായിട്ട് രക്ഷപ്പെടുകയും സുഖമായി പിന്നെ ജീവിക്കുകയും ചെയ്യും. അതേ സമയത്ത് അവസാന ഘട്ടത്തിൽ ഈ ഓപ്പറേഷന് ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോഴായിരിക്കും, അതായത് ഇവർ മരണാസന്ന നിലയിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ എത്തിക്കുക. അങ്ങനെ എത്തി അവിടെ വെച്ച് ഈ ഇൻഷുറൻസ് കിട്ടത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്താൽ തന്നെയും അവർ രക്ഷപ്പെടണം പോലുമില്ല. അപ്പം എൻ്റെ പാലാരിവട്ടത്തെ എൻ്റെ നീസ് പറയുകയായിരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ പ്രൈമറി ഘട്ടത്തിൽ, അതായത് ഈ രോഗം കണ്ടുപിടിക്കുന്നതിനും മറ്റുമുള്ള പ്രാരംഭ ചെലവുകൾക്ക് വേണ്ടിയാണ് ഇത്തരം ഫണ്ട് ചെലവഴിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അനീസ് ജെസ്സി, അവളുടെ 2 മക്കളും അമേരിക്കയിലാണ്. ആ മക്കളോടും അവൾ ഇത് കൺസൾട്ട് ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ആകെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള പിന്നെ പ്രാരംഭ ദശയിൽ തന്നെ രോഗം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ ഒരുപാട് പേര് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രക്ഷപ്പെടും. അതാണ് ഇന്ത്യയിൽ അത്യാവശ്യം. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഓർക്കണം, 145 കോടിയോളം, 144 കോടി 17 ലക്ഷം എന്ന് 4-5 മാസം മുൻപാണ് നമ്മുടെ പോപ്പുലേഷൻ പറഞ്ഞത്. അതിപ്പോ 145 കോടിയിൽ എത്തിയിട്ടുണ്ടാവും. അത്ര വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത്, ജനസംഖ്യ ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ അസമത്വം നിലനിൽക്കുന്ന രാജ്യം, അതാണ് ഇന്ത്യ. അപ്പൊ ഈ അസമത്വം എന്ന് പറഞ്ഞാൽ ഉള്ളവർക്ക് ധാരാളമായിട്ടുണ്ട്, ഇല്ലാത്തവർക്ക് കാര്യമായിട്ട് ഒന്നുമില്ല. ദരിദ്രരും അതിദരിദ്രരും ധാരാളമുള്ള ഇന്ത്യ. അങ്ങനെയുള്ളവരിലെ ദരിദ്രരെയും അതിദരിദ്രരെയും സംരക്ഷിക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ കടമ എങ്കിൽ ഈ 5 ലക്ഷം രൂപ ഈ എന്താണ് പറയുക, ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിൻ്റെ ഒരു വലിയ പ്രയോജനം കിട്ടുന്നതിന് പകരം അത് നേരിട്ട്
സർക്കാർ ആശുപത്രികൾ വഴി, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വഴി, ഇല്ലാത്തടത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങി അതുവഴിയൊക്കെ അവിടെയൊക്കെ നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും ആവശ്യത്തിന് അപ്പോയിന്റ് ചെയ്യുക. പിന്നെ WHO ഒക്കെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ രോഗിയും ഡോക്ടറും അതുപോലെ രോഗിയും നഴ്സും തമ്മിലുള്ള പ്രപ്പോർഷനൊക്കെ വളരെ ഉയർന്നു നിൽക്കുകയാണ്. കൂടുതൽ രോഗികൾക്ക് ഒരു ഡോക്ടർ, അതുപോലെ നഴ്സ്, അങ്ങനെയുള്ള പ്രപ്പോർഷനാണ്. ഇവിടെ പഠിച്ചു വരുന്നവര് വലിയ ഉയർന്ന ശമ്പളം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നഴ്സായിട്ടും ഡോക്ടറായിട്ടും ഇന്ത്യക്ക് വെളിയിലേക്ക് പോവുകയാണ്. അവർക്ക് ഇവിടെ തന്നെ അതുപോലെ നല്ല ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുക. അങ്ങനെ റീറ്റെയിൻ ചെയ്ത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങുക. അത്തരം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്കൊക്കെ തുടങ്ങുമ്പോഴാണ് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം കിട്ടുക, ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുക. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരിക. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് ആരോഗ്യ മേഖല സുരക്ഷിതമായി തീരുന്നത്.